ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കർണാടകയിൽ ഞാൻ താമസിക്കുന്ന വീടും അതിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. കർണാടകയാണെങ്കിലും ഒട്ടും തന്നെ അപ്ഡേറ്റ് ആവാത്ത ഏരിയയാണ്, ഒരു വില്ലേജ് ഏരിയയാണിത്. ഇതിപ്പോൾ ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ടെറസാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ടെറസുണ്ട്, അങ്ങോട്ട് പോവാം. നമ്മുടെ കേരളത്തിലെ വീടുകൾ പോലൊന്നുമല്ല ഇവിടുത്തെ വീട്, വളരെ വ്യത്യസ്തമാണ്. മിക്ക വീടുകളും അതിൻ്റെ മുകളിൽ ഓടിന് പകരമായിട്ട് ഇവർ കല്ലാണ് പാകിയിരിക്കുന്നത്. കുറച്ച് വീടുകൾ മാത്രമേ വാർക്കയായിട്ടുള്ളൂ, ബാക്കിയെല്ലാം തന്നെ ഇതുപോലത്തെ കല്ലാണ് ഓടിനും അതുപോലെ തന്നെ ഷീറ്റിനും പകരമായിട്ട് മേഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സ്കൂളൊക്കെ കാണാൻ നല്ല സൂപ്പറാണ്. അതുപോലെ ഇവിടെ എപ്പോഴും നല്ല കാറ്റാണ്. അതുമാത്രമല്ല, ഉച്ച സമയത്ത് ഒരു 11:30 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അതുപോലെ ചൂടാണ് ഇവിടെ. ഇത് കണ്ടോ, പശുവിൻ്റെ ഒക്കെ മേത്ത് കളർ വാരി തേച്ചേക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ഇത് കണ്ടോ, ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ മേൽക്കൂരയാണിത്. ഇത് കണ്ടോ, എല്ലാം കല്ലാണ് പാകിയിരിക്കുന്നത്. അവർ ഇവിടെ ഇങ്ങനെ ചെത്തിയെടുക്കുന്ന രീതിയിലുള്ള കല്ലുകളൊക്കെ ഉണ്ട്. അതാണ് മിക്ക വീടുകളിലും അവർ മേഞ്ഞിരിക്കുന്നത്. ഇവർ ഒട്ടും തന്നെ അപ്ഡേറ്റ് ആവാത്ത ആൾക്കാരാണ്. ഈ ഒരു പ്രദേശമൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ കേരളം, അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ സ്വന്തം കേരളം എത്രത്തോളം സുന്ദരമാണെന്ന് മനസ്സിലാകുന്നത്. ഇവിടെ ഇന്നൊരു സെലിബ്രേഷനാണ്, അതായത് ഇവിടുത്തെ പശുക്കളെയും ആടിനെയും പട്ടീനെയും അതുപോലെ തന്നെ കാളേനൊക്കെ പൂജിക്കുന്ന ഒരു ദിവസമാണ്. ഇന്നിവരുടെ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം അവരുടെ വീട്ടിലുള്ള മൃഗങ്ങളെയൊക്കെ പൂജിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ വില്ലേജിലുള്ള എല്ലാ സ്കൂളുകൾക്കും അവധിയാണ്, എല്ലാ ഓഫീസുകൾക്കും അവധിയാണ്. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അവരുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളെ ഒരുപാട് ആരാധിക്കുന്ന ആൾക്കാരാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോസൊക്കെ അതിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടോളൂ.